സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന കാലത്ത് അബൂജഹലിന്റെയും അനുയായികളുടെയും ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് ഈ ആകാശഭൂമി ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹു ആണെന്ന് അവർ പറയും. അതാണ് ഖുർആൻ പറയുന്നത്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആകാശത്തെയും ഭൂമിയെയും പടുത്തത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആണ്. അപ്പോൾ അല്ലാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുസ്ലിങ്ങൾ. എങ്ങനെയുണ്ട്? തൊട്ടപ്പുറത്ത് അറബിയായിരിക്കണേ, പൈസ ഇട്ടണം. തൊട്ടപ്പുറത്ത് കുടിക്കുന്ന അറബിയാണ്. കാന്തപുരത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു സത്യം ഇത് മാത്രം, ഇത് മതി നിങ്ങൾക്ക്. നിങ്ങൾ എന്താ പറയണേ? മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. കാന്തപുരം എന്താ പറയുന്നത്? വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാ വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നത് ലയഖൂലുന്നല്ലാഹ്. അപ്പോൾ അല്ലാഹുവിൽ വിശ്വസിച്ച മക്ക മുശ്രിക്കുകൾ. പിന്നെന്താ പോലെ കുഴപ്പം? വല്ലാത്തൊരു ചോദ്യം. പിന്നെ എന്തേ കുഴപ്പം? അള്ളയാണ് ആകാശം സൃഷ്ടിച്ച, അള്ളയാണ് ഭൂമി സൃഷ്ടിച്ചത്. എത്രത്തോളം അറിയോ? നൗഷാദ് അഹ്സനി ലോകം കണ്ട നമ്പർ 1 ദജ്ജാലിൽ ദജ്ജാല്. ലോകം കണ്ട ദജ്ജാലുകളിൽ യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂൻ കദാബൂൻ. ഞാൻ പറഞ്ഞല്ലോ, മുത്തുനബി പറഞ്ഞ ഒരു കാലം വരും, ഖിയാമത്തിന്റെ തൊട്ട് മുമ്പ് ഒരു കാലം വരും, അന്ന് കള്ളന്മാരായ ദജ്ജാലുകൾ സ്റ്റേജ് കീഴടക്കും. റസൂൽ പറഞ്ഞു, നിങ്ങളോ നിങ്ങളെ ബാപ്പാരോ ജീവിതത്തെ കേട്ടിട്ടില്ലാത്തവര് പറയും 10 കൊല്ലം മുമ്പ് നിങ്ങൾ ആരും മനസ്സിലാക്കി ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അല്ലല്ല സി എം അടൂര എന്ന് പറയുന്ന ഒരു വാദം സമസ്തക്കാർക്ക് ഉണ്ടായിരുന്നോ? അതിനുവേണ്ടി മാത്രം ഊരുതുണ്ടെന്ന മഹാമന്ദി കെട്ടവന്റെ പേരാണ് നൗഷാദ് അഹ്സനി. അവൻ എന്താ പറയുന്നത്? മുദബ്ബിറുല്ലാലും സി എം അടൂര. അബൂജഹൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അബൂജഹൽ അബൂലഹബ് എന്നെ വിശ്വസിച്ചു. അബൂജഹലെ ലോകം നിയന്ത്രിക്കുന്നത് ആരാ? മുദബ്ബിറുല്ലാൽ ആരാ? അബൂജഹൽ പറഞ്ഞു, എനിക്കും നിനക്കെതിരെ അഭിപ്രായം ഉണ്ടോ? ഇതില് നമ്മൾ രണ്ടാളും ഒരേ അഭിപ്രായം. അള്ളയാണ്. എവിടെയാ പറയുന്നത്? കേട്ടോളൂ, 10-ാം അധ്യായം 31-ാമത്തെ വചനം. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദി അമ്മൻ യംലികു അസ്-സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംറ സയഖൂലുന അല്ലാഹ് ഖുൽ അഫലാ തത്തഖൂൻ. ആയത്താണ് ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസ്. അർത്ഥം എന്താ അറിയോ നിങ്ങൾക്ക്? അർത്ഥം എന്താണെന്നറിയോ? ആരാണ് കേൾവിയും കാഴ്ചയും നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നത്? അബൂജഹൽ പറയാണ് അല്ലാഹ്. ഞങ്ങൾക്ക് ഇത്ര അഭിപ്രായമില്ല. ആരാ ഭക്ഷണം നൽകിയത് ആകാശത്തെന്നും ഭൂമിയെന്നും? അല്ലാഹ്. ഞങ്ങൾ അതിനെതിരല്ല മുഹമ്മദേ. പിന്നെന്താണ്? ആരാണ് നിർജീവാവസ്ഥയും ജീവാവസ്ഥയും ജീവാവസ്ഥയും നിർജീവാവസ്ഥയും? ഇത് കോഴിമുട്ടയിൽ നിന്ന് കോഴി. ഈ അവസ്ഥ ആരാണ്ടാക്കുന്നത്? അള്ളയാണ്. അടുത്ത ചോദ്യം അറിയോ? മുദബ്ബിറുൽ ആരാണ്? വമൻ യുദബ്ബിറുൽ അംറ. മുദബ്ബിറുൽ ആരാണ്? അബൂജഹൽ സങ്കോചമില്ലാതെ പറഞ്ഞു അല്ലാഹ്. കാന്തപുരത്തിനോട് ചോദിച്ചു ആരാ? കാന്തപുരം പറഞ്ഞു സി എം അടൂര. പറയൂ, ഏതാണ് ദീൻ? ഏതാണ് ദീൻ? ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന അള്ളയാണെന്ന് അംഗീകരിച്ചിട്ടും അബൂജഹൽ കാഫറായി മരിച്ചു. എങ്കിൽ ലോകം മുഴുവൻ സി എം അടൂരാന്ന് നിയന്ത്രിക്കുന്ന വിശ്വാസവും പച്ച കാഫർ അല്ലെങ്കിൽ, അതായത് ലോകത്തിലെ എല്ലാ കുഫറും കൂടി ഒന്നിച്ച് കേരളത്തിലേക്ക് കൂടിയാൽ അത് നൗഷാദ് അഹ്സനിയാണ്. ഈ പറഞ്ഞ ഉസ്താദുമാരാണ്. ലോകത്തിലെ ഫിറഔൻ പോലും ഇത്ര വലിയ കുഫർ പറഞ്ഞില്ല. ഞാൻ വെറുതെ പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ക്ലിപ്പ് കേൾപ്പിച്ചു തരാം. ആ ക്ലിപ്പ് നമ്മൾ ശരിക്ക് 11-ാമത്തെ മോനെ വന്നിട്ട് ജനങ്ങളൊന്ന് കേൾക്കട്ടെ. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എന്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദാണ്, ശൈഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ. മഹാനായ ശൈഖുനയുമായി ബന്ധപ്പെട്ട സംഭവം അനല്ലാഹ് എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. അനല്ലാഹ് എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. അബ്ദുള്ള മുസ്ലിയാർ ശൈഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തുൻ മിനല്ലാഹ്. ശൈഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ശൈഖുന. രണ്ടാൾക്ക് മനസ്സിലായി, ശാന്തമായി. അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേര് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്മത്തുടയവനാണ് മഹാനായ ശൈഖുന. ഇതാരറിയോ? കുരുവട്ടൂരി ഷീ സംഘത്തിന്റെ ജൂതന്മാരുടെ ഏജന്റ് 3 ജൂതന്മാർ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ 3 ജന്മങ്ങൾ. നൗഷാദ്, മറ്റേ തുടിയൂർ സഖാഫി, പിന്നെ ഈ കണ്ട ചെറിയ ചെക്കൻ അൻവരി കീശേരിക്കാരൻ. അവനെന്താ പറയുന്നത്? സി എം അടൂർ പറഞ്ഞത്രേ അനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചോട്ട് ഇവിടെ വന്നിട്ട് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി, കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂരൊക്കെ ഇരിക്കുന്നിടത്ത് നിന്ന് ഞാൻ പറയണത് അനല്ലാഹ്, ഞാനാണ് അല്ലാഹ്. ജീവിതത്തിൽ ആരെയും തല്ലിയിട്ടില്ലാത്ത രണ്ടാളായിരിക്കുന്നത്. ഞാൻ തല്ലൊക്കെ ചെയ്തിട്ടുണ്ട്, തല്ലണ്ടോണം തല്ലിയിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്, പിടിച്ചും കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഉണ്ടാവും എന്റെ ചെവിക്ക് ചരിച്ചൊരു പൊട്ടിച്ചേടൂലേ ഞാൻ അള്ളയാന്ന് പറഞ്ഞാൽ. ഞാൻ നിങ്ങളോട് പറയട്ടെ, സി എം ഒരു വലിയ അറിവുള്ള ആളാണ്, നമുക്ക് മനസ്സിലാവില്ല അനല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കണം. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ അറിവുള്ള ഒരാളായിരുന്നു ഫിറൗന്. എന്തിനാ അള്ളാഹ് മുക്കിക്കൊന്ന് ഇവിടെ പറഞ്ഞോളി? ഫിറൗനിനെ മുസ്ലിമിനോട് ചെല്ലാൻ പറഞ്ഞത് എന്തിനറിയോ? ആ ലാലിമിന്റെ ആലിമിന്റെ അടുത്തല്ല, ആ ലാലിമിന്റെ അടുത്തേക്ക് ചെല്ലുകയും അല്ല പറഞ്ഞ അതാ കേൾക്കണോ നിങ്ങൾക്ക്? 20-ാം അധ്യായം 42-44 തീർന്നില്ല. വേറൊരു സ്ഥലത്ത് അല്ല പറയുന്നത് അറിയോ?
ഇന്നഹു ത്വഗ, ലോകത്തിലെ ഏറ്റവും അതിരുവിട്ട ദജ്ജാൽ ഫിറൗനാണ് അങ്ങോട്ട് ചെല്ലുന്നത്. എന്തിന്? CM മടവൂര് അനല്ലാ എന്ന് പറഞ്ഞു. അത് നമ്മൾ സ്വീകരിക്കണം എന്നാണ് അൻവരി പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഇതേ വാചകം പറഞ്ഞ ആളാണ് ഫിറൗന്. അങ്ങനെ പറഞ്ഞു ഫഹശറ ഫനാദാ, ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഫിറൗനിന്റെ ചോദ്യം, ഞാനല്ലയോ പരമോന്നതനായ റബ്ബ്? ഫഹശറ ഫനാദാ ഫഖാല അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനല്ലേ റബ്ബ്. മൂസാ നബി വന്നിട്ട് പറയുന്നറിയോ, അന്നെപ്പോലൊരു ലാലിമിനെ ലോകം കണ്ടിട്ടില്ല, അന്റെ അടുത്തേക്ക് അള്ളാഹ് എന്നെ അയച്ചു അന്നെ നന്നാക്കാൻ. സത്യത്തിൽ മൂസാ നബി ഇന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ CM മടവൂരിന്റെ അടുത്ത് എന്താ പറയാ, പൊന്നാര ചെങ്ങായി ഫിറൗൻ ഇത് പറഞ്ഞപ്പോൾ മൂപ്പരെ നന്നാക്കാൻ പോയ ആളാ ഞാൻ. ഈ നന്നായിക്കാളാ ചെങ്ങായി, അന്റെ കുഫ്ർ ചിന്തിക്കും. ഞാൻ ഈ മുസ്ലിം മതത്തിന്റെ തലച്ചോറ് ഓർത്തിട്ട് എനിക്ക് ഉറപ്പുണ്ട്, തലച്ചോറ് പെരിച്ചായി തിന്ന് മാത്രമല്ല പട്ടിക്കാട്ടം അവിടെ നിറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് കൂടി ഞാൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ മനുഷ്യൻ എന്താ മനസ്സിലാകാത്ത എന്ന് ഫിറൗൻ പറയാ ഓൻ കാഫിറാണ്. എന്നിട്ട് അതേ വാചകം പറയുന്ന ആൾ ആലിമാണത്രേ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഗണേശൻ കള്ളുടിച്ചാൽ അത് ഹറാമും, മൊയ്ലേര് കള്ളുടിച്ചാൽ അത് ഹലാലും ആകുമോ? ഒരേ വാചകം, ഒരേ പ്രവൃത്തി. ഞാനാണ് റബ്ബ് എന്ന് ഫിറൗൻ, അന്ന് പറയുന്നത് കാഫിറാണ്. മൂസ ലാലിമാണോ ഒരിടത്ത് ചെല്ലേ. ഇന്ന് മൂസാ അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൂസാ അലൈഹി ഇസ്ലാം ചെല്ലൂലേ ഈ ചെങ്ങയുടെ അടുത്ത്? ഞാൻ മനസ്സിലാക്കണം പറയും. CM അതൊന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ പേരിൽ പറയും. അല്ലാണ്ടൊരു മനുഷ്യൻ പറയൂ